കൊച്ചിയിൽ നിന്ന് ഒരു സംഘം വിമാനത്തിൽ കയറി ബംഗളൂരുവിലേക്ക് പറന്നു. സാധാരണ അതത്ര വലിയ കാര്യമല്ലെങ്കിലും അവർക്ക് അതൊരു അവിസ്മരണീയ അനുഭവമായിരുന്നു. കൊച്ചിയിലെ 14 അമ്മമാരാണ് ബംഗളൂരു കാണാൻ പറന്നത്. പട്ടുപാവാടയിട്ടാണ് 67കാരിയായ ശാന്തമ്മ വിമാനം കയറാൻ എത്തിയത്. 77കാരിയായ മേരി വിൻസെന്റാണ് കൂട്ടത്തിൽ സീനിയർ. ആദ്യമായി വിമാനം കയറുന്നതിന്റെ ആവേശത്തിലായിരുന്നു 14 അംഗ അമ്മമാരുടെ സംഘം. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ എസ് ശശികലയാണ് ഫ്ലൈ ഹൈ വിത്ത് ഹോപ്പ് പരിപാടിയുടെ ഭാഗമായി അമ്മമാരെ ബംഗളൂരുവിലേക്ക് വിനോദസഞ്ചാരത്തിന് അയച്ചത്. രവിപുരത്തെ നിർധനരായ 14 പേരെയാണ് യാത്രയ്ക്കായി കണ്ടെത്തിയതെന്ന് കൗൺസിലർ ശശികല. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. 4-5 സാമൂഹിക സംഘടനകൾ എൻ്റെ കൂടെയുണ്ട്. ഞാനിവിടെ ഇരിക്കുകയാണെങ്കിലും ഇവർ പോയി വരുന്നവരെ എൻ്റെ മനസ്സിൽ ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രമായിരിക്കും. കാരണം ഈ പ്രായമുള്ളവരെ കൊണ്ടുപോയി സുഖമായി തിരിച്ചു കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അവരുടെ യാത്ര സുഖമാവട്ടെ, അവരെല്ലാം കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ. 2 ദിവസത്തെ യാത്രയ്ക്ക് 2 ലക്ഷം രൂപയാണ് ചെലവ്. വിവിധ സ്ഥാപനങ്ങളാണ് ഇതിനുവേണ്ടി സഹകരിച്ചത്. ആദ്യമായിട്ട് ശശികല കൂടെ പോകണം, സന്തോഷം. മുട്ടുവേദന കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും മാഡം വിളിച്ചതല്ല, എന്നാലും ഈ അവസരം പാഴാക്കണ്ടെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് 12:10 വിമാനം ബംഗളൂരുവിലേക്ക് പറന്നത്. ഇന്നും നാളെയും ബംഗളൂരുവിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും. ദർബാർ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കൗൺസിലർ എസ് ശശികല ഫ്ലാഗ് ഓഫ് ചെയ്തു. നടൻ ആസിഫ് അലി ആശംസ നേർന്നു. ജീവിതത്തിലെ മനോഹര യാത്രയ്ക്ക് നിറച്ചിരികളോടെയാണ് സംഘം പുറപ്പെട്ടത്. റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ആകാശയാത്ര എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം കുട്ടിക്കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കുന്നവരുണ്ട്, കുറച്ച് മുതിർന്ന ജോലിയൊക്കെ അതിനുശേഷം യാഥാർത്ഥ്യമാക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ ഓർത്ത് നോക്കൂ, ഇനിയും വിമാനത്തിൽ കയറാത്ത ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. അപ്പോൾ ആകാശയാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാകട്ടെ. ആകാശം തൊടട്ടെ ആ അമ്മമാർ.